ഹരേ കൃഷ്ണ. കൃഷ്ണ. അപ്പൊ നമ്മള് ഭഗവത്ഗീതാകാരൂപം 1-ാമത്തെ അധ്യായം 10ഉം 11ഉം ശ്ലോകങ്ങളാണ്. അപ്പൊ 10ഉം 11ഉം ശ്ലോകങ്ങളില് ഇവിടെ രണ്ട് സൈന്യത്തിന്റെയും ബലം എങ്ങനെയാണ് എന്നുള്ളത് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മള് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കണ്ടത് ആദ്യം കുറെ ശ്ലോകങ്ങളിൽ പാണ്ഡവ സൈന്യത്തെ പുകഴ്ത്തിക്കൊണ്ട് പറയാണ് ദുര്യോധനൻ ചെയ്തത്. പിന്നീട് അത് കഴിഞ്ഞാല് തന്റെ സൈന്യത്തെ, കൗരവ സൈന്യത്തെ പുകഴ്ത്തി പറയാൻ തുടങ്ങി. രണ്ടാമത്തെ ശ്ലോകം മൂന്നാമത്തെ ശ്ലോകം മുതൽ ദുര്യോധനൻ ഇങ്ങനെ സൈന്യത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ 10ഉം 11ഉം ശ്ലോകങ്ങൾ എന്ന് പറയുമ്പോൾ പാണ്ഡവരുടെ സൈന്യം എങ്ങനെയാണ്, അതുപോലെ തന്നെ കൗരവരുടെ സൈന്യം എങ്ങനെയാണ്, രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, താരതമ്യ പഠനമാണ് ഇവിടെ ചെയ്യുന്നത്. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം. തങ്ങളുടെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുള്ള ഭീഷ്മ ആണ്. അപ്പൊ ഭീഷ്മ വളരെ വെറ്റോറനായിട്ടുള്ള, വളരെ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു സൈന്യാധിപനാണ്. അതുകൊണ്ട് തന്നെ ഭീഷ്മരാൽ ആ ഒരു സൃഷ്ടിക്കപ്പെട്ട ഈ ഒരു ആർമി എന്ന് പറയുന്നത്, ഈ ഒരു സൈന്യം എന്ന് പറയുന്നത് വളരെയധികം പര്യാപ്തമാണ്. അപര്യാപ്തം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപര്യാപ്തം മീൻസ് അളവറ്റത് എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സംസ്കൃതത്തില് അതിന് രണ്ട് തരത്തിൽ നമുക്ക് അർത്ഥം എടുക്കാൻ പറ്റും. അളവറ്റ സൈന്യം എന്ന് പറയുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റിയിൽ 11 അക്ഷോഹിണി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും വലിയ ഒരു സൈന്യം, ആ ഒരു നീണ്ട നിരയാണ് സൈന്യം ഉള്ളത്. അപ്പൊ ഇവരെല്ലാവരുടെയും ഇതുകൊണ്ട് ഭീഷ്മരാൽ അഭിരക്ഷിക്കപ്പെടുന്ന ഈ ഒരു സേന നമുക്ക് വിജയം തന്നെ നേടിത്തരുമെന്ന് ദുര്യോധനൻ വിചാരിക്കുകയാണ്. പിന്നെ അടുത്തത് പറയുന്നത് ഭീമാഭിരക്ഷിതം. ഭീമൻ എന്ന് പറഞ്ഞാല് ചെറിയ കുട്ടിയാണ്, അല്ലെ, പ്രായം കുറവാണ്. ഭീഷ്മരെ വെച്ച് നോക്കിക്കഴിഞ്ഞാല് അടുത്ത തലമുറയും കഴിഞ്ഞ്, അതും പാണ്ഡുവിന്റെ തലമുറയും കഴിഞ്ഞ് അടുത്ത ആളാണ് ആര്, ഭീമൻ. അപ്പോ അത്രയും പരിചയസമ്പത്ത് ആർക്കില്ല, ഭീമന് ഇല്ല. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടിയാണ്, ഇളം ആളാണ്. അതുകൊണ്ട് അതുമല്ല, അവരുടെ സൈന്യബലം എന്ന് പറഞ്ഞത് വെറും പര്യാപ്തമാണ്. അത്രത്തോളം ക്വാണ്ടിറ്റി ഇല്ല എന്ന് പറയാണ്. ആള് കുറവാണ്, 7 അക്ഷോഹിണിയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആള് കുറവാണ്. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ജയിക്കാൻ കഴിയും എന്ന് പറയാണ്. അതുപോലെ ഭീഷ്മരെയും പുകഴ്ത്തി പറയാണ്. ഇവിടെ ഭീഷ്മരാണ് ഇവിടുത്തെ സർവ്വസൈന്യാധിപൻ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും വിജയം സുനിശ്ചിതമാണ് എന്ന് ദുര്യോധനൻ അവിടെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി, പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇനി ഇവിടുത്തെ ഒരു ഇത് എന്ന് പറയുന്നത്, വാക്ക് ഇദ്ദേഹത്തിന് തന്നെ അറിയാം അവിടെ അധർമ്മമാണ് നടക്കുന്നത്, അധർമ്മമാണ് താൻ പ്രവർത്തിക്കുന്നത്. ഈ ധർമ്മക്ഷേത്രത്തിൽ തനിക്ക് വിജയം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളത് ഉള്ളില് ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ രാഷ്ട്രതന്ത്രജ്ഞനായതുകൊണ്ട് തന്റെ സൈന്യത്തെ എങ്ങനെയെല്ലാം പ്രചോദിപ്പിക്കാം എന്നൊരു കരുതിയിട്ട് മാത്രമാണ് ഇതൊക്കെ അദ്ദേഹം പറയുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ആ വാക്കുകള് അപര്യാപ്തം എന്ന് പറയുമ്പോൾ നമ്മൾ ഷോർട്ടേജ് എന്നുള്ള അർത്ഥമാണ് പറയുന്നത്. അതിന് തികയില്ല, അതിനു വേണ്ടിയിട്ട് അളവ് കുറവാണ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പറയുന്നത് അപര്യാപ്തം എന്ന്. അപ്പോ സ്വന്തം സൈന്യം തന്നെ അത് അത്രയ്ക്ക് പോരാ, മികച്ചതല്ല, ഏതെല്ലാമോ തരത്തിൽ അതിന് അപര്യാപ്തത ഉണ്ട് എന്നുള്ള രീതിയിൽ കൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ കൗരവ സൈന്യം അപര്യാപ്തമാണെന്ന് ഇവിടെ ദുര്യോധനൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇനി പറയുന്നത് പാണ്ഡവരുടെ സൈന്യം പര്യാപ്തമാണ്. അവർക്ക് 7 അക്ഷോഹിണിയോ ഉള്ളെങ്കിലും എല്ലാ തരത്തിലും അവരുടെ സൈന്യം പര്യാപ്തം, മതിയാവും, ധാരാളമാണ്. ഇത് തന്നെ ധാരാളം, പര്യാപ്തം, എല്ലാറ്റിനും ഫുള്ളായിട്ട് അവർക്ക് സ്വന്തം ആശ്രയത്വം എടുത്താൽ മതി എന്നുള്ളത് കൂടി അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ രണ്ട് വ്യംഗ്യ അർത്ഥങ്ങളാണ് ഇവിടെ, രണ്ട് തരത്തിലുള്ള അർത്ഥങ്ങളാണ് ആ വാക്കുകൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അപര്യാപ്തം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന അർത്ഥം എന്താണ്? അത് തികയില്ല എന്നുള്ള അർത്ഥമാണ്, അല്ലെ? അത് മാത്രം പോരാ എന്നുള്ള അർത്ഥം തന്നെയാണ് അപര്യാപ്തത്തിനും. അതുപോലെ പര്യാപ്തം എന്ന് പറഞ്ഞാൽ ധാരാളം, സെൽഫ് ആയിട്ടുള്ള, നമുക്ക് സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള, തനിയെ തന്നെ നമുക്കെല്ലാം ലഭിക്കും, നമുക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല, ഇത്രയും പര്യാപ്തം, ഇത് തന്നെ മതി, ധാരാളം എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്. അങ്ങനെ രണ്ടർത്ഥത്തിലും നമുക്ക് ആ ഒരു ശ്ലോകത്തെ മനസ്സിലാക്കാം. ഇവിടെ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വായിക്കണം. കാരണം ആദ്യത്തത് ഭീഷ്മാഭിരക്ഷിതമാണ്, രണ്ടാമത്തത് ഭീമാഭിരക്ഷിതമാണ്. അപ്പൊ ആദ്യത്തെ ലൈനിൽ കൗരവ സൈന്യം, രണ്ടാമത്തെ ലൈനിൽ പാണ്ഡവ സൈന്യത്തിന്റെയും ആണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ഭീമനെ മാത്രം എടുത്ത് പറഞ്ഞത്, വേറെ ആരെയും പറയാത്തത്? പ്രാസം ഒപ്പിക്കാൻ പറഞ്ഞാണോ?
അല്ല. തന്നെ കൊല്ലുമെങ്കിൽ, ദുര്യോധനെ കൊല്ലുമെങ്കിൽ അത് ആരാൽ തന്നെ ആയിരിക്കും താൻ കൊല്ലപ്പെടുന്നത്? ഭീമനാലാണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അപ്പോ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ ഭീമന്റെ പേര് എടുത്തു പറയുന്നത്. ആ ഒരു ഭയം കൂടി അദ്ദേഹത്തിലുണ്ട്. പക്ഷെ ആ ഭയത്തെയും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രതന്ത്രജ്ഞന്റെ റോള് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നത്. ഭീമാഭിരക്ഷിതം, അവിടെ ഭീമനല്ല അവരുടെ സർവ്വസൈന്യാധിപൻ, എങ്കിൽ പോലും ആ ഭീമനെ എടുത്തു പറയുന്നത് താൻ കൊല്ലപ്പെടുമെങ്കിൽ അത് കൊല്ലപ്പെടുന്നത് ആര് വഴിയാണ്? ഭീമനാലാണ്. പക്ഷെ ആ ഭീമന് ഭീഷ്മരോളം തന്നെ പരിചയ സമ്പത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ തനിക്ക് മരണമോ അല്ലെങ്കിൽ തന്റെ സൈന്യത്തിന് പരാജയമോ ഇവിടെ സംഭവിക്കാൻ ഒരു വഴിയും കാണുന്നില്ല എന്നുള്ളതാണ് അവിടെ ദുര്യോധനൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ശ്ലോകം 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അന്വേഷിച്ചു സർവേഷു, എല്ലാ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിലും എല്ലാവരും നിൽക്കണം. യഥാഭാഗം അവസ്ഥിത, അവരവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഭീഷ്മമേവാഭിരക്ഷന്തു, ഭീഷ്മനെ എന്ത് ചെയ്യണം? സഹായിക്കണം. ഭീഷ്മരെയും രക്ഷിക്കണം. കാരണം അദ്ദേഹം വളരെ പ്രായം ചെന്ന വ്യക്തിയാണ്. അപ്പൊ രണ്ടു തരത്തിലും പറയുന്നുണ്ട്. ഭീഷ്മര് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അദ്ദേഹം വളരെ പ്രായം ചെന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന് പരിചയ സമ്പത്ത് ഏറെ ഉണ്ട് എന്നുള്ളത് പോസിറ്റീവായിട്ട് പറഞ്ഞു. ഇനി പറയാണ്, അപ്പോ എല്ലാവരെയും രക്ഷിക്കാൻ അദ്ദേഹം മതി എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത് അല്ലെ. ഭീഷ്മരെ എല്ലാവരെയും രക്ഷിച്ചുകൊള്ളും. ഭീഷ്മരുടെ നേതൃത്വത്തില് ആയിരിക്കുന്നത് കൊണ്ട് സൈന്യത്തെ കംപ്ലീറ്റ് രക്ഷിക്കുന്നത് ഭീഷ്മരായിരിക്കും. ഒരു പ്രശ്നവുമില്ല. ആ ഒരു നേതൃത്വത്തിൽ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് മുന്നേറാം എന്നുള്ളത് പറയുന്നു. ഇനി ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നു, മറ്റുള്ളവർ എന്ത് ചെയ്യണം? ഭീഷ്മരെയും തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് രക്ഷിക്കുക തന്നെ വേണം. അദ്ദേഹത്തിന് ചുറ്റും തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് രക്ഷിക്കണം. അദ്ദേഹം പ്രായം ചെന്ന വ്യക്തിയാണ് എന്നുള്ളത് അവിടെ ആ നെഗറ്റീവ് സൈഡും കൂടി അദ്ദേഹം കവർ ചെയ്ത് അവിടെ പറയുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നോക്കിക്കഴിഞ്ഞാല് ഒരു ടീം വർക്ക് എങ്ങനെയാണ് ഒരുമിച്ച് നിന്ന് പോരാടേണ്ടത് എന്നുള്ളത് പറയുന്നു. ഒരു നേതാവിന് ഫുള്ളായിട്ട് വിശ്വസിച്ചുകൊണ്ട് മുന്നേറണം എന്നുള്ളത് നമ്മൾ അവിടെ മനസ്സിലാക്കണം. നമ്മുടെ നേതൃത്വത്തിന്റെ പലർക്കും ചിലപ്പോ ഒരു ടീമിന്റെ നേതൃത്വത്തിൽ വിശ്വാസം കാണില്ല. പക്ഷെ അവിടെ അദ്ദേഹത്തിന്റെ ആ നെഗറ്റീവ് സൈഡിനെ പോലും പോസിറ്റീവ് സൈഡാക്കിക്കൊണ്ട്, ഇത്രയും പ്രായം ചെന്ന വൃദ്ധനാണ് എന്നുള്ളതിനെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ പരിചയ സമ്പത്തിനെ പുറത്തേക്ക് കാണിച്ചുകൊണ്ടാണ് ഇവിടെ ദുര്യോധനൻ സംസാരിക്കുന്നത്. അപ്പോ നമുക്ക് നേതൃനിരയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എപ്പോഴും എന്ത് ചെയ്യണം? പ്രചോദിപ്പിക്കണം. ആ നെഗറ്റീവ് സൈഡ് പോലും പോസിറ്റീവ് ആക്കിക്കൊണ്ട് സംസാരിച്ച് അവരെ പ്രചോദിപ്പിക്കുകയാണ് വേണ്ടത്. അത് വിജയത്തിന് കാരണമാകും. പക്ഷെ ഇവിടെ ഭഗവാൻ ധർമ്മം മാത്രമേ വിജയിപ്പിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. എങ്കിൽ പോലും നമ്മുടെ കോൺഫിഡൻസ്, പല കാര്യങ്ങളിലും നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടാതിരിക്കാൻ, ആത്മവിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ അത് നമുക്ക് സഹായകരമാകും. അതുപോലെ തന്നെ മ്യൂച്വലായിട്ട് ഒരു ടീമില് നേതാവുണ്ട്, ഞങ്ങളൊന്നും ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെയല്ല. നേതാവിന് ഫുൾ സപ്പോർട്ട് അവരും തന്ത്രപ്രധാനമായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ചെയ്യണമെന്നിവിടെ പറയുന്നുണ്ട്. അതുപോലെ അവനവൻ എന്ത് ചെയ്യണം? ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം എന്നുള്ളത് നമുക്ക് ഡെയിലി ലൈഫിൽ മനസ്സിലാക്കാം. അതുപോലെ തന്നെ അസോസിയേഷൻ, ഇവിടെ അതിരഥ എന്നുള്ള വാക്ക് എനിവേ, അപ്പൊ ഇവിടെ അസോസിയേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാം അസോസിയേഷൻ എങ്ങനെയായിരിക്കും? നമ്മുടെ ജീവിതത്തില് നമ്മൾ ഓരോ അസോസിയേഷൻ, ഓരോ ആളും നമ്മള് സഹവസിക്കുക അല്ലെ. സഹവാസം എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ നേടാൻ പോകുന്ന ലക്ഷ്യം എന്നുള്ളതും ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇദ്ദേഹത്തിന് അറിയാം, ഇവിടെ ഭാവാർത്ഥത്തിൽ ശിലപ്രഭാതർ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാം ഭീഷ്മരും ദ്രോണരും ഒക്കെയും തന്നെ സഹായിക്കും, ഹെൽപ്പ് ചെയ്യുന്ന. കാരണം ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് പോലും ഒരു വാക്ക് പോലും ഉരിയാടാതെ ഇരുന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് പാണ്ഡവരോട് സ്നേഹമുണ്ടെങ്കിൽ പോലും അവരെന്ത് ചെയ്യും? തന്നെ എന്തുണയ്ക്കും, ചതിയൊന്നും വരില്ല. അല്ലെങ്കിൽ പാണ്ഡവരോടുള്ള സ്നേഹമൊക്കെ മാറ്റിവെച്ച് അവർ അവരുടെ വീരശൂര പരാക്രമത്വം ഒക്കെയും പുറത്തെടുക്കും എന്നുള്ളതൊക്കെയും ഇവിടെ ഇദ്ദേഹത്തിന് ദുര്യോധനൻ അറിയാമെങ്കിൽ പോലും അദ്ദേഹം അവിടെ ഭീഷ്മരെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ അസോസിയേഷന്റെ കാര്യം പറഞ്ഞു വന്നത്,
നമ്മൾ എങ്ങനെയുള്ള ആളുകളുമായിട്ട് സഹവസിക്കുന്നോ ആ ഒരു സ്വഭാവം നമ്മളിലേക്ക് വരും. ഇപ്പൊ സത്വരജ തമോ ഗുണങ്ങളുണ്ട്. ഈ പ്രകൃതി ഗുണങ്ങൾക്ക് അടിപ്പെട്ട് നമ്മൾ മായയിലായി പോകാതെ നമ്മൾ നല്ല അസോസിയേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്തിയുത സേവനം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനുഷ്യ ജന്മം സഫലമാക്കാനായിട്ട് നമുക്ക് കഴിയും. ഇപ്പൊ പലരുടെയും പലരും വിളിച്ചിട്ട് പലരുടെ ഇൻവിറ്റേഷൻ ക്ഷണം സ്വീകരിച്ച് പിന്നീട് നമ്മൾ ഇതിലേക്ക് വന്നപ്പോൾ ഇത് കേൾക്കാൻ കൊള്ളാലോ, ഇതൊക്കെ പഠിക്കണമല്ലോ എന്നുള്ള തോന്നലുകളിലൊക്കെ നമ്മൾ എന്തായി മാറി? വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മൾ മന്ത്രജപം ചെയ്യാനും അതുപോലെ നമ്മൾ ഗീത പഠിക്കാനും ഭാഗവതം പഠിക്കാനും ഒക്കെ തുടങ്ങിയവരാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ അസോസിയേഷൻ എങ്ങനെയായിരുന്നു, അത് നമുക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെയാണ് ഇവിടെയും ദുര്യോധനന്റെ അസോസിയേഷൻ സഹവാസം കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവവും ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപര്യാപ്തം തദസ്മാഹം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ദ്രുതമേതേക്ഷാം ബലം ഭീമാഭിരക്ഷിതം അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഹരേ കൃഷ്ണ. ശ്ലോകം 10. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ശ്ലോകം 11. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. വന്നു ചേരുക എന്ന് ബുദ്ധിമുട്ടില്ലാത്ത കാര്യമായിരുന്നു. ചിലർക്ക് പ്രഭാഷണം കേൾക്കുന്നതിനും സേവനത്തെപ്പറ്റി ആഴത്തിൽ പഠനം നടത്തുന്നതിനും ഉറച്ച താല്പര്യമുണ്ടായിരുന്നു. മറ്റു ചിലർ വന്നിരുന്നത് മുഖ്യമായും അർച്ചനാമൂർത്തിയെ ദർശിക്കുന്നതിനോ പ്രസാദം കഴിക്കുന്നതിനോ കീർത്തനം ആസ്വദിക്കുന്നതിനോ വേണ്ടി ആയിരുന്നു. ഹരേ കൃഷ്ണ ഭക്തന്മാരും ബോംബെ ജീവിതത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു അനുഭൂതിയാക്കി മാറ്റി. അത് ബോംബെയിലെ ഒരു മഹാസംഭവമായി തീർന്നു. ഒരു സായാഹ്നത്തിൽ പ്രഭുപാദർ ജനസഹസ്രങ്ങളുടെ മുമ്പാകെ ഒരു വൈദിക സമ്പ്രദായത്തിലുള്ള വിവാഹ കർമ്മവും ദീക്ഷാദാന ചടങ്ങും നടത്തി. സ്വീഡൻകാരനായ വേഗവാനും ആസ്ട്രേലിയക്കാരിയായ പത്മാവതി ദാസിയും തമ്മിലുള്ള വിവാഹമാണ് നടന്നത്. അവർ ആ സദസ്സിനെ പൂർണ്ണമായും മന്ത്രമുക്തമാക്കി പകിട്ടേറിയ ചുവപ്പ് സാരിയും ഒരു മുക്കുത്തി വളയും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ആഭരണങ്ങൾ ധരിച്ച ആ വധുവും വെള്ളമുണ്ടും കുർത്തയും ധരിച്ച് തലമുട്ടയടിച്ച ആ വരനും സദസ്സിനെ ഹഠാത് ആകർഷിച്ചു. ബ്രഹ്മചാരികൾക്കുള്ള ദീക്ഷാദാനവും ആ അവസരത്തിൽ നിർവഹിക്കപ്പെട്ടു. ഗിരിരാജൻ. സദസ്യർക്ക് മതിപ്പ് തോന്നി. ഒന്നാമതായി വിദേശീയരായ ഭക്തന്മാരെ, വിദേശീയരായ സന്യാസിമാരെ കണ്ടത് അവരെ അസ്ഫുടാധീരനാക്കി. അതിനു പുറമെ അവർക്ക് ദീക്ഷ നൽകപ്പെടുന്നതും അതിലേറെ 10,000 ആളുകളുടെ മുമ്പിൽ വെച്ച് അവർ വിവാഹിതരാകുന്നതും കണ്ടു. അത് സദസ്യരെ ആശ്ചര്യശബ്ദരാക്കുവാൻ പോകുകയായിരുന്നു. അതിനാൽ ആ കർമ്മം നടക്കുന്ന വേളയിൽ ശീലപ്രഭുപാദർ ആ പയ്യനെയും പെൺകുട്ടിയെയും ഭാര്യ ഭർത്താക്കന്മാരാക്കി തീർക്കാതെ ആ പെൺകുട്ടി ആസ്ട്രേലിയക്കാരിയും ആ പയ്യൻ സ്വീഡൻകാരനുമാണെന്നും പറയുകയുണ്ടായി. പിന്നെ ശീലപ്രഭുപാദർ പറഞ്ഞു, ഇതാണ് ശരിയായ ഐക്യരാഷ്ട്രം. അത് കേട്ട് എല്ലാവരും ഉച്ചത്തിൽ കൈയടിച്ചു. ഇനി ആസ്ട്രേലിയയിലേക്ക്. മെയ് 1971 ശീലപ്രഭുപാദർ വ്യാപകമായ തോതിലുള്ള ലോകയാത്രയ്ക്ക് ഒരുങ്ങി. അദ്ദേഹത്തിന്റെ യാത്രാ പരിപാടി നിശ്ചിതമാക്കപ്പെടുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ പൊതുവേയുള്ള പരിപാടി ഏതാനും മാസക്കാലം ലോകവ്യാപകമായി യാത്ര നടത്തുകയും പിന്നെ അമേരിക്കയിൽ പര്യടനം നടത്തുകയും ലണ്ടൻ സന്ദർശിക്കുകയും ചെയ്ത ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുവാനുമായിരുന്നു. അദ്ദേഹം ആസ്ട്രേലിയയിലേക്കും മലേഷ്യയിലേക്കും തന്റെ ശിഷ്യന്മാരെ അയച്ചിരുന്നു. അവരെ സന്ദർശിക്കുവാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മോസ്കോയിൽ പോകുവാനും ഉദ്ദേശമുണ്ടായിരുന്നു. അതിനായി സോവിയറ്റ് ഗവൺമെന്റിൽ നിന്നുള്ള അനുമതി പത്രം കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം അമേരിക്കയിലെ പ്രധാന നഗരങ്ങൾ സന്ദർശിച്ചു, ധർമ്മപ്രചാരണം നടത്തി. പിന്നെ അവിടങ്ങളിൽ പ്രവർത്തനം തുടരുവാനായി ഏതാനും വിശ്വസ്ത ശിഷ്യന്മാരെ നിയോഗിച്ചു. തന്റെ പ്രസ്ഥാനം വ്യാപകമായി കഴിഞ്ഞിരുന്നതിനാൽ ഇപ്പോൾ ലോകമാകെ വ്യാപിക്കുമാർ തന്റെ പ്രവർത്തന മണ്ഡലം വിപുലപ്പെടുത്തി. സിഡ്നി മെയ് 9, 1971. സിഡ്നിയിലെ ഭക്തന്മാർ പ്രഭുപാദരെ സ്വീകരിക്കുവാൻ തയ്യാറെടുത്തിരുന്നില്ല. നേരത്തെയുള്ള ഒരു കമ്പി സന്ദേശം പ്രഭുപാദർ വരുന്നതായി
അറിയിച്ചിരുന്നു എങ്കിലും പിന്നീടുള്ള ഒന്ന് പ്രഭുപാദർ ഇപ്പോൾ വരുന്നില്ല എന്നാണ് പ്രസ്താവിച്ചിരുന്നത്. ആസ്ട്രേലിയയിൽ GB സെക്രട്ടറിയായ ബലിമർദ്ദനൻ വരുന്നുണ്ടെന്ന് അറിയിക്കുന്ന മൂന്നാമതൊരു കമ്പി സന്ദേശം അവർക്ക് ലഭിച്ചിരുന്നു. വന്നെത്തുന്നു എന്ന് മാത്രം പ്രസ്താവിച്ചതുകൊണ്ടും ആഗമന ദിവസം ഫ്ലൈറ്റ് നമ്പരും നൽകിക്കൊണ്ടുമുള്ള നാലാമത്തെ കമ്പി സന്ദേശം ലഭിച്ചപ്പോൾ അത് പ്രഭുപാദരെ അല്ല ബലിമർദ്ദനെയാണ് പരാമർശിക്കുന്നത് എന്ന് ഭക്തന്മാർ അനുമാനിച്ചു. ഭക്തന്മാർ ഒരു ചെറിയ മാലയുമായി ആ വിമാനത്തിന് സമീപം എത്തി. എന്നാൽ കസ്റ്റംസ് അകത്തുള്ള വാതിൽ തുറക്കുകയും പ്രഭുപാദർ തന്നെ പുറത്തേക്ക് വരികയും ചെയ്യുന്നത് കണ്ടപ്പോൾ അവർ അമ്പരന്നുപോയി. ഇടതു കൈയിൽ ഒരു വെള്ള നിറത്തിലുള്ള ചെറിയ പൊരിയും വലതു കൈയിൽ ഒരു വടിയുമായി ഒരു നേർത്ത ഉത്തരീയം പുതച്ചുകൊണ്ട് ശ്രീല പ്രഭുപാദർ വിമാനത്താവളത്തിൽ പ്രവേശിച്ചു. ബലിമർദ്ദനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായി എത്തിയിരുന്ന പത്രലേഖകർ ഔത്സുക്യത്തോടെ മുന്നോട്ട് വന്നു. അവരിൽ ഒരാൾ ആസ്ട്രേലിയയിലേക്കുള്ള പ്രഭുപാദരുടെ ആഗമനോദ്ദേശത്തെ കുറിച്ച് ആരാഞ്ഞു. ഒരു വിൽപ്പനക്കാരൻ എല്ലായിടത്തും സഞ്ചരിക്കുന്നത് പോലെ താനും എല്ലായിടത്തും സഞ്ചരിക്കുന്നുവെന്ന് പ്രഭുപാദർ സൗമ്യമായി മറുപടി പറഞ്ഞു. ആ ഒരു വിൽപ്പനക്കാരൻ എവിടെയൊക്കെ ഇടപാടുകാരെ കിട്ടുമോ അവിടെയൊക്കെ അവരെ തിരഞ്ഞെടുക്കുന്നു. പ്രഭുപാദർ തന്റെ സന്ദേശം സ്വീകരിക്കുവാൻ വേണ്ടത്ര ബുദ്ധിയുള്ളവരെ തേടി യാത്ര ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, ആസ്ട്രേലിയയിൽ വരുന്നതിൽ വിശേഷവിധിയായി ഒന്നുമില്ല. ഭരണകൂടങ്ങൾ ഒരു പരിധി നിർണയം നടത്തിയിരിക്കുന്നു. ഇത് ആസ്ട്രേലിയയിലാണ് എന്നിങ്ങനെ. എന്നാൽ നാം എല്ലായിടത്തും കൃഷ്ണന്റേതായി കാണുന്നു. ഈ ഭക്തന്മാർക്ക് കൃഷ്ണ അവബോധത്തെ പറ്റിയുള്ള പരിജ്ഞാനം കുറവാണെന്ന് പ്രഭുപാദർക്ക് മനസ്സിലായി. ആദ്യം ആസ്ട്രേലിയയിൽ വന്ന ഭക്തന്മാർ ഉപേന്ദ്രനും ബലിമർദ്ദനും ആ കേന്ദ്രം തുറന്ന ശേഷം മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമേ അവിടേക്ക് വീണ്ടും വരികയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പരിചയശൂന്യമായ ഭക്തന്മാർ മാത്രമുള്ള ആ ക്ഷേത്രമാകെ ഫലത്തിൽ സ്വന്തം നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോകാനായി വിട്ടുകൊടുക്കപ്പെട്ടു. സിഡ്നിയിലെ ഭക്തന്മാർക്കും നന്നായി പ്രഭാഷണം നടത്തുവാനുള്ള ഇല്ലാതിരുന്നതിനാൽ പ്രതിദിനമുള്ള ക്ലാസുകൾ പ്രഭുപാദരുടെ ഭഗവത്ഗീത യഥാരൂപം എന്ന ഗ്രന്ഥത്തിന്റെ സംക്ഷിപ്ത പതിപ്പിൽ നിന്നുള്ള പാരായണങ്ങൾ മാത്രം അടങ്ങിയതായിരുന്നു. ആ ഒരു പുസ്തകം മാത്രമേ അവരുടെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ കൂടി പ്രഭുപാദരിലുള്ള അവരുടെ ഉറച്ച വിശ്വാസം അവരുടെ പരിശീലനക്കുറവിനെ പരിഹരിച്ചു. അവർ അദ്ദേഹത്തെ ഈശ്വരനുമായി നേരിട്ട് സമ്പർക്കമുള്ള ഒരു പരിശുദ്ധ ഭക്തനായും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെ സത്യമായും കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായും അംഗീകരിച്ചു. എന്നാൽ പല പ്രായോഗിക കാര്യങ്ങളും അവർക്ക് അറിവില്ലായിരുന്നു. പ്രഭാഷണവും അർച്ചനാമൂർത്തികൾക്ക് വേണ്ട പൂജാകർമ്മങ്ങൾ നടത്തേണ്ട വിധം, പ്രസാദം പാകം ചെയ്യേണ്ട വിധം മുതലായവ. അവർ പൊതുസ്ഥലങ്ങളിൽ ഹരേ കൃഷ്ണ കീർത്തനം നടത്തുകയും സിഡ്നിയിലെ ജനങ്ങളുടെ ഇടയിൽ ഭഗവത് ദർശനം എന്ന മാസികയുടെ ലക്കങ്ങൾ വിതരണം ചെയ്യുകയും വേണമെന്ന് പ്രഭുപാദർ ആഗ്രഹിക്കുന്നുവെന്ന് അവർക്ക് അറിയാമായിരുന്നു. അവർ പ്രഭുപാദരുടെ ആഗ്രഹം നിറവേറ്റിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പരിപാടികൾ മുടങ്ങിയെങ്കിലും അവർ തങ്ങളുടെ സങ്കീർത്തനങ്ങൾ തുടർന്ന് നടത്തിയിരുന്നു. ആത്മാർത്ഥതയുള്ളവരായിരുന്നു. പരിശീലനം മാത്രമേ അവർക്കില്ലാതിരുന്നുള്ളൂ. വൈഭവവേദി ദാസി പ്രഭുപാദർ ഒരേ ദിവസം തന്നെ രാധാകൃഷ്ണ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും ശിഷ്യന്മാർക്ക് ദീക്ഷ നൽകുകയും ചെയ്തു. ദീക്ഷാദാനമാണ് ആദ്യം നടന്നത്. ആ ആഴ്ചയിൽ മാത്രം ഭക്തസംഘത്തിൽ വന്നു ചേർന്നവനും കൃഷ്ണ അവബോധത്തെക്കുറിച്ച് തൊട്ടു മുമ്പത്തെ ആഴ്ചയിൽ മാത്രം മനസ്സിലാക്കിയവനുമായ ഒരു ബാലനും ക്ഷേത്രത്തിലെ താമസക്കാരല്ലാത്ത അവിടെ സന്നിഹിതരായി. എന്തെങ്കിലും സേവനം നടത്തുക മാത്രം ചെയ്തവർക്ക് പോലും ദീക്ഷ നൽകപ്പെട്ടു. കൃഷ്ണാവബോധം ആസ്ട്രേലിയയിൽ പ്രതിഷ്ഠിതമാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനാൽ ആദ്യമായി അദ്ദേഹം എല്ലാവർക്കും ദീക്ഷാദാനം നടത്തി. അദ്ദേഹം ഒരേ സമയം തന്നെ ഒന്നാമത്തെയും രണ്ടാമത്തേതുമായ ദീക്ഷാദാനങ്ങൾ നടത്തി. എന്തുകൊണ്ടെന്നാൽ അർച്ചനാമൂർത്തികളെ പ്രതിഷ്ഠിച്ച നിലയ്ക്ക് പൂജ നടത്തുവാൻ കുറെ ബ്രാഹ്മണർ ആവശ്യമായിരുന്നു. എന്നാലും ജനങ്ങൾക്ക് ഒന്നിനെക്കുറിച്ചും അറിവില്ലായിരുന്നു. ഞങ്ങൾ ഒന്നിനും തയ്യാറെടുത്തിരുന്നു പോലുമില്ല. ആരാധനാവേദിയുടെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല. പൂക്കൾ ചേർത്ത് കെട്ടി മാലയുണ്ടാക്കണമെന്ന് പ്രഭുപാദർ എന്നോട് പറഞ്ഞു. അർച്ചനാമൂർത്തിയെ മാല അണിയിക്കേണ്ടതുണ്ട്. മാല കെട്ടുവാൻ കുറെ പൂക്കൾ ശേഖരിക്കുവാനും കുറച്ച് ചരട് കരസ്ഥമാക്കുവാനുമായി ഞാൻ തെരുവിൽ അങ്ങോളം ഇങ്ങോളം അലഞ്ഞു. പൂണൂലിന്റെ കാര്യവും അതുപോലെ തന്നെ ആയിരുന്നു. പൂണൂലുകൾ തയ്യാറായിരുന്നില്ല. പ്രഭുപാദർ ബ്രാഹ്മണ ദീക്ഷാദാനങ്ങളിൽ ദീക്ഷ ഏൽക്കുന്നവർക്ക് പൂണൂൽ നൽകാറുണ്ട്. എന്നാൽ അതെന്താണെന്ന് പോലും അവിടെ ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ എനിക്ക് ഓടിപ്പോയി കുറെ ചരട് വാങ്ങേണ്ടതായി വന്നു. പ്രഭുപാദർ ദീക്ഷാദാനം നിർവഹിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ വേദിയിൽ ഇരുന്നു കൊണ്ട് ബലിമർദ്ദനൻ
ഊരിത്തന്ന പൂണൂലിന്റെ മാതൃക അനുസരിച്ച് പൂണൂലുകൾ ഉണ്ടാക്കുകയായിരുന്നു. ഞാൻ 5 തയ്യാറാക്കി. അപ്പോഴേക്കും എന്റെ ദീക്ഷാസ്വീകരണത്തിന് സമയമായി. യജ്ഞത്തിനു ശേഷം ഞാൻ പ്രഭുപാദരുടെ മുറിയിൽ നിന്നും അവിടെ ചെന്ന് അദ്ദേഹം എനിക്ക് ഗായത്രി മന്ത്രം ഉപദേശിച്ചു വന്നത്. പുറത്തു വന്നപ്പോൾ മറ്റു ഭക്തന്മാർ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്, അതിനാൽ നിങ്ങൾക്ക് ഒരു പൂണൂലും കൂടി ആവശ്യമാണ്. എനിക്കായി ഒരു പൂണൂൽ ഉണ്ടാക്കുവാൻ അവർ ആവശ്യപ്പെടുമെങ്കിലും ഞാൻ അത് ചെയ്യുകയുണ്ടായില്ല. എന്തുകൊണ്ടെന്നാൽ സ്ത്രീകൾ പൂണൂൽ ധരിക്കുക പതിവില്ലെന്ന് പിന്നീട് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞങ്ങൾക്ക് വലുതായൊന്നും അറിവില്ലായിരുന്നു. പ്രഭുപാദർ കൃഷ്ണമൂർത്തിയുടെ മുമ്പിൽ തൊഴുകൈയോടെ നിന്നു. സിഡ്നിയിൽ ഒരാഴ്ചയിൽ കുറഞ്ഞ കാലം മാത്രം ചെലവഴിച്ച ശേഷം അദ്ദേഹം അവിടം വിടുകയായുണ്ടായത്. ഇവിടെയുള്ള ഭക്തന്മാർ രാധാറാണിയെയും കൃഷ്ണനെയും ആരാധിക്കുവാൻ വേണ്ടത്ര കഴിവ് നേടിയവരല്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവരെ ആരാധിക്കുന്ന കൃത്യം നവാഗതരായ ഭക്തന്മാരെ ഏൽപ്പിക്കുന്നത് സാഹസമാണെന്നും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. എന്നാൽ തന്നെയും ഒരു ആധികാരികതയുള്ള ആചാര്യൻ എന്ന നിലയ്ക്കും ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രതിനിധി എന്ന നിലയ്ക്കും കൃഷ്ണ അവബോധം അതിന് വേരോടുവാൻ കഴിയുന്ന ഏതൊരിടത്തും അദ്ദേഹത്തിന് നട്ടുപിടിപ്പിക്കേണ്ടതായി ഉണ്ടായിരുന്നു. ലോകത്തിന് അത് ഒരു അടിയന്തരാവശ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹം ഉപദേശിച്ചു കൊടുത്ത കർമ്മപദ്ധതി, അതായത് കീർത്തനം, ശ്രവണം, നിയമാഗത തത്വങ്ങളുടെ ആചരണം എന്നിവ അനുവർത്തിക്കുന്നതായാൽ അവർ വേഗത്തിൽ ശുദ്ധീകൃതമാകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം ഒരു സാദൃശ്യ വിവരണം നൽകിയിരുന്നു. ഭൗതിക ജീവിതത്തിൽ ഒരുവൻ ഒരു ജഡ്ജിയുടെ പീഠത്തിൽ ഇരിക്കുന്നതിന് മുൻപ് ഒരു പ്രഗത്ഭനായ നിയമജ്ഞനാകേണ്ടത് ആവശ്യമാണ്. പക്ഷേ കൃഷ്ണാവബോധ രംഗത്ത് ഒരു ഭക്തൻ ആദ്യം പീഠാരോഹണം നടത്തുവാൻ ഒരു ബ്രാഹ്മണനായി തീരുവാൻ അനുവർത്തിക്കപ്പെടുകയും പിന്നീട് തിരുനാമത്തിന്റെയും ആധ്യാത്മിക ഗുരുവിന്റെയും അനുഗ്രഹത്താൽ അയാൾ അതിനുള്ള യോഗ്യത നേടുകയുമാണ് ചെയ്യുന്നത്. സിഡ്നിയിലെ ഭക്തന്മാർ എന്തായാലും എടുത്തു പറയത്തക്ക വിധം പക്വതയില്ലാത്തവരായിരുന്നു. അതിനാൽ പ്രഭുപാദർ രാധാഗോപിനാഥനോട് ഒരു അസാധാരണ പ്രാർത്ഥന നടത്തി. ഞാൻ ഇപ്പോൾ നിന്തിരിവടികളെ ഈ ഭക്തന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. എനിക്ക് നേരിട്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ കഴിയുന്നില്ല. ഈ കുട്ടികളെ നേർവഴിക്ക് നയിച്ച് നിന്തിരിവടികളെ നന്നായി ആരാധിക്കുന്നതിന് വേണ്ട ബുദ്ധിവൈഭവം അവർക്ക് കനിഞ്ഞേകിയാലും. റഷ്യയിൽ മോസ്കോ, ജൂൺ 1971. പ്രഭുപാദരും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും പരിചാരകനും വേഗത്തിലും സുഗമമായും കസ്റ്റംസ്, ഇമിഗ്രേഷൻ സംബന്ധിച്ച പരിശോധനകൾ തീർത്തു പുറത്തു കടക്കുകയും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ മാർഗദർശകൻ അവരെ ഒരു ലിമോയിസിൽ കാറിൽ ഹോട്ടൽ നാഷണലിൽ എത്തിക്കുകയും ചെയ്തു. റെഡ് സ്ക്വയറിനും ലെനിൻ ശവകുടീരത്തിനും സമീപത്തായുള്ള ആ ഹോട്ടൽ ചെലവേറിയതെങ്കിലും സൗകര്യങ്ങൾ കുറഞ്ഞതായിരുന്നു. തന്റെ മുറി ശുചിത്വമില്ലാത്തതും ഇടുങ്ങിയതുമായി ആണെന്ന് പ്രഭുപാദർ കണ്ടു. അതിൽ ഒരു കട്ടിലും 2 കസേരകളും വേണ്ട ഇടം കഷ്ടിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ശ്യാമസുന്ദരന്റെയും അരവിന്ദന്റെയും മുറികൾ വളരെ അകലെയായിരുന്നു. അരവിന്ദൻ അകലെ താമസിക്കുന്നതിന് പകരം തന്റെ മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടട്ടെ എന്ന് പ്രഭുപാദർ തീരുമാനിച്ചു. അങ്ങനെ അത് കൂടുതൽ ഞെരുക്കമുള്ളതായി. തങ്ങൾക്ക് ഹോട്ടൽ ഭക്ഷണം വേണ്ടെന്നും തങ്ങൾക്ക് വേണ്ട ഭക്ഷണം സ്വയം പാകം ചെയ്യണമെന്നും അരവിന്ദൻ ഹോട്ടൽ മാനേജരോട് പറഞ്ഞു. മാനേജർ ആദ്യം വിസമ്മതിച്ചു എങ്കിലും ഒടുവിൽ ഹോട്ടൽ പരിചാരികയുടെ അടുക്കള ഉപയോഗിച്ചുകൊള്ളുവാൻ അനുവദിച്ചു. ആ പ്രശ്നം പരിഹരിച്ചു. അടുത്തത് ഭക്ഷ്യവസ്തുക്കൾ കിട്ടുന്നത് സംബന്ധിച്ച പ്രശ്നമായി. പ്രഭുപാദർ ശ്യാമസുന്ദരനെ പറഞ്ഞയച്ചു. തെരുവിന്റെ മറുവശത്തായി പാലും മോരും വിൽക്കുന്ന ഒരു കട അയാൾ കണ്ടെത്തി. എന്നാൽ പഴങ്ങളോ പച്ചക്കറികളോ അരിയോ കൂടാതെ അയാൾ പ്രഭുപാദരുടെ അടുത്ത് മടങ്ങിയെത്തി. പ്രഭുപാദർ അയാളെ വീണ്ടും അയക്കുകയും ഇപ്രാവശ്യം അയാൾ മിക്കവാറും ആ ദിവസം മുഴുവൻ പുറത്തു തന്നെ ആയിരുന്ന ശേഷം 2 മുട്ടക്കോസുകൾ മാത്രം വാങ്ങിക്കൊണ്ട് മടങ്ങിയെത്തുകയും ചെയ്തു. പ്രഭുപാദർ അടുത്ത ദിവസം അയാളെ വീണ്ടും വാങ്ങി വരാൻ ഏൽപ്പിച്ചു. അനേകം മണിക്കൂറുകൾക്ക് ശേഷം ശ്യാമസുന്ദരൻ അരിയുമായി മടങ്ങി വന്നപ്പോൾ അത് കടുപ്പമേറിയതും മോശപ്പെട്ടതുമായി വടക്കൻ കൊറിയൻ ഇനമാണെന്ന് പ്രഭുപാദർ കണ്ടു. പിന്നെ പ്രഭുപാദർ പഴങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഏതാനും ചുവന്ന ചെറിപ്പഴങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി മൈലുകൾ താണ്ടേണ്ടതായി വന്നു. പോകുന്നിടത്തെല്ലാം ശ്യാമസുന്ദരന് എന്തെങ്കിലും വാങ്ങുവാൻ നീണ്ട ക്യൂവിൽ നിൽക്കേണ്ടി വരും. എന്തായാലും മിക്കപ്പോഴും ക്യൂവിൽ നിൽക്കുന്ന ആരെങ്കിലും ഒരു വിദേശ സഞ്ചാരിയാണെന്ന് കണ്ട് അയാളെ ക്യൂവിൽ നിന്നും മുൻഭാഗത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരുന്നു. എല്ലാം തന്നെ ശ്യാമസുന്ദരൻ വാങ്ങിയത് കൂപ്പൺ ഉപയോഗിച്ചായിരുന്നു. പ്രഭുപാദർ ശാന്തമായും കൃത്യനിഷ്ഠയോടെയും ദേഹകാര്യങ്ങൾ നിർവഹിച്ചു പോന്നു. അദ്ദേഹം നേരത്തെ എഴുന്നേറ്റ് വിവർത്തന ജോലി ചെയ്യുകയും വെളുപ്പാൻകാലത്തെ തണുപ്പിലും ആളൊഴിയാത്ത തെരുവുകളിലൂടെയും നടക്കുകയും പതിവുണ്ടായിരുന്നു. കാവി ഉത്തരീയം പുതച്ചുകൊണ്ട് പ്രഭുപാദർ വേഗത്തിൽ നടന്നു. ശ്യാമസുന്ദരൻ ചിലപ്പോൾ
ഫോട്ടോയ്ക്കായി ഓടി അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയിരുന്നു. അവർ ലെനിന്റെ ശവകുടീരം കടന്നപ്പോൾ ഒരു ക്യൂ രൂപം ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. ഗ്രേസ് അരിസോന് പ്രഭുജി എത്തിയിട്ടുണ്ട്. നമുക്ക് സത്സംഗത്തിലേക്ക് പോവാം. പ്രഭുജിനെ 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വെൽക്കം ചെയ്യാം. ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ രാമ